സോണിയാഗാന്ധിയെ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണ്ണക്കള്ളക്കടത്തുകാരനും കണ്ടു എന്നുള്ളതാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം കണ്ടതാണെങ്കിൽ വേണമെങ്കിൽ ഒരു പ്രസാദം കൊടുത്തതായിട്ട് അതിനെ ന്യായീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്വർണ്ണം വാങ്ങിയ ആളും ചെന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത് ഇതൊരു നാച്ചുറൽ ഗോൾഡിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടൊരു അഴിമതിയല്ല. ഈ ഒരു ഗോൾഡ് വിറ്റിട്ട് എത്ര പൈസ ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, നീതീകരണമില്ല. ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ ആണ്, ഇതിൻ്റെ പുരാവസ്തു മൂല്യമാണ് ഈ വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിനും. അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ് വിറ്റത് എന്നും രമേശ് ചെന്നിത്തല തന്നെയാണ് ഒരു വ്യവസായി പറഞ്ഞത്. പക്ഷേ പിന്നീട് കോൺഗ്രസ് അതിൽ നിന്നും മലക്കം മറിഞ്ഞു. അടൂർ പ്രകാശും അതുപോലെ നമ്മുടെ ആൻ്റോ ആൻ്റണിയും മാധ്യസ്ഥതയിലാണ് അവർ കണ്ടത്. അതിനുള്ള കാരണം മാർക്കറ്റ് തേടി പോയതാണെന്നുള്ള സംശയം ബലപ്പെട്ടതാണ്. SIT എന്തുകൊണ്ട് ആ വഴിക്ക് പോകുന്നില്ല? സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ 2 ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും ഇതിനു മുമ്പും അവരുടെ അടുത്ത് പോയതായിട്ട് CBI തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. വാഡ്ര കേസിൽ CBI ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു അഫിഡവിറ്റിൽ അവർക്കെതിരെ കേസില്ല ഈ സ്ഥാപനത്തിനെതിരെ, പക്ഷേ ഈ സ്ഥാപനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. SIT എന്തുകൊണ്ട് ആ വഴിക്ക് പോകുന്നില്ല? അപ്പോൾ ഇതെല്ലാം സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട്. ഇതൊരു ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണോ എന്നുള്ള സംശയം മാത്രമാണ് ഞങ്ങൾ ചോദിച്ചത്.